വനം വകുപ്പും അവരുടെ ഭാഗത്തുനിന്നും കർശനമായ പരിശോധനയും ഇതൊക്കെ കുറച്ചും കൂടിയും എന്താ പറയുക അമിതമായ രീതിയിൽ ഉണ്ടെന്ന് വേണം കൂടുതലാണെന്നുള്ളതാണ്. അതെ അതെ. അതിനെ സ്വാഗതം ചെയ്യുവാണോ അതോ ആവശ്യത്തിന് കൂടുതലാണെന്നുള്ളത്? ചില കാര്യങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്, ചിലതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ തയ്യാറല്ല. ആവശ്യത്തിലധികമാണെന്നുള്ളത് അധികമാണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, അഭിപ്രായമുണ്ട്. ഏതായാലും കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് തന്നെ ഇന്നും മൈക്രോ ചിപ്പ് ഇല്ലാതെ ഒരു ആനയെ മാറ്റി നിർത്തിയിരുന്നു. ഈ ആനയെ മാറ്റി നിർത്തിയത് കൊള്ളാം. ഇന്നൊരു ആനയൂട്ടാണല്ലോ, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ലല്ലോ. മൈക്രോ ചിപ്പ് ഇല്ല പറഞ്ഞ് ആനയെ മാറ്റി നിർത്തുകയായിരുന്നു അവിടെ ഒരു ഭാഗത്ത്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമായിരുന്നു, പുറത്തു കൊണ്ട് കൊടുക്കുമായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും കർശനമായ നിർദ്ദേശപ്രകാരമാണ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കാത്ത ഒരാനയും അതിന്റെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് അതുകൊണ്ടാണ് ഇന്നൊരു ആന വന്നിരുന്നു, ആനയെ പങ്കെടുപ്പിച്ചില്ല, മാറ്റി നിർത്തുക ചെയ്തത്. അപ്പൊ പൊതുവെ അവിടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ആനയെ മാറ്റി നിർത്തിയത് ശരി, പക്ഷെ ഈ ഭക്ഷണം കൊടുക്കുമായിരുന്നു, ഇതൊരു ആനയൂട്ടല്ലേ, അതിൽ പങ്കെടുപ്പിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം അവിടെ പൊതുവെ വന്നിട്ടുണ്ട്. ഒരു ആന ഉണ്ടായിരുന്നു, അത് സുഖമില്ലാത്തത് കൊണ്ട് കംപ്ലൈന്റ് വന്നതിന്റെ പേരിൽ. ചിപ്പില്ലാത്തതിന്റെ പേരിലല്ല? അല്ല അല്ല അല്ല, ചിപ്പില്ലാത്തതിന്റെ. അങ്ങനെ ഒരു ആനയെ മാറ്റി നിർത്തി. അത് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. മൈക്രോ ചിപ്പ് ഇല്ലാത്തത്, പിന്നെ അതേപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത്, ഫിറ്റായിട്ടുള്ള അല്ലാതെ ഒരാനയും അകത്തേക്ക് കടത്തിവിടരുത്, ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടാൻ പാടില്ല. മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. കൂടാതെ ഈ ജൂൺ 1 മുതൽ അത് നിരോധിച്ചിരിക്കുകയാണ്. ഈ ചിപ്പില്ലാത്ത ആനകളെ അതിന്റെ ടൈം അനുവദിച്ചിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് ജൂൺ 1 മുതൽ ഇനി അത് ഒട്ടും ഉണ്ടാവില്ല, ഇനി അനുവദിക്കാൻ പാടില്ല. കാരണം നമ്മളെ കേരളത്തിലെ 98% ചിപ്പായി കഴിഞ്ഞു. പിന്നെ 1 ആനകളിൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് മതപ്പാടിലായതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ആനക്കമ്പത്തിന്റെ ഈറ്റില്ലമെന്ന് പറയാവുന്ന തൃശ്ശൂരിലെയും മധ്യ കേരളത്തിലെയും ആനപ്രേമികൾ തൃശ്ശൂർ ആനയൂട്ടിന് മറ്റെല്ലാം മാറ്റിവെച്ചിട്ടായാൽ കൂടി എത്തിച്ചേരുന്നത് ചില സർപ്രൈസ് പാക്കേജുകൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. എന്തെന്നാൽ തങ്ങൾക്ക് ഇതുവരെ അങ്ങനെ സുലഭമായി കാണാനും കേൾക്കാനും കഴിയാതിരുന്ന ഏതാനും ചില താരോദയങ്ങളെങ്കിലും വടക്കുന്നാഥൻ ആനയൂട്ടിന് എത്തിച്ചേരുമെന്നത് അവർക്ക് അനുഭവ പാഠമാണ്. ഇക്കുറിയും അതിന് മാറ്റമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആനപ്രേമികളെ ശരിക്കും ആവേശം കൊള്ളിച്ച ആ സർപ്രൈസ് പാക്കേജ് വന്നെത്തിയത് കുറച്ച് ദൂരെ നിന്നുമായിരുന്നു. ദൂരെ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നാട്ടിൽ നിന്നും. കേരളത്തിൽ എത്തിച്ചേർന്നിട്ട് കാലം കുറച്ചായെങ്കിലും ഇതുവരെ മധ്യ കേരളത്തിലെ ആനപ്രേമികൾക്ക് ഒരു നോക്ക് കാണാൻ കൂടി കിട്ടാതിരുന്ന പുത്തൻകുളം ആനത്തറവാട്ടിലെ അർജുന ചേകവരായിരുന്നു ആ അവതാരപ്പിറവി. കേരളത്തിലെ ഏറ്റവും കൊമ്പുകനമുള്ള ആന ഏതെന്ന ചോദ്യത്തിന് നാളിതുവരെ ആനപ്രേമികൾക്കിടയിൽ കൊടുങ്ങല്ലൂർ ഗിരീശനെന്നോ കാഞ്ഞിരക്കാട്ട് ശേഖരനെന്നോ ഒക്കെയുള്ള പല പല പേരുകൾ പറഞ്ഞു കേൾക്കാനുണ്ടായിരുന്നെങ്കിലും കൊമ്പനെങ്കിൽ കൊമ്പൻ, കൊമ്പന്മാരിലെ വമ്പൻ, അത് ഞാനല്ലാതെ മറ്റാരുമല്ല എന്ന ഭാവത്തിൽ പുത്തൻകുളം അർജുനൻ പൂരനഗരിയിൽ ലാൻഡ് ചെയ്തപ്പോൾ ആനപ്രേമികൾക്ക് അത് അത്ഭുതാതിരേകം തന്നെയായി. ആരെയും മോഹിപ്പിക്കുന്ന അവന്റെ ഭീമൻ കൊമ്പുകളുടെ കെട്ടും മട്ടും കണ്ട് സത്യത്തിൽ ഇത് ഒറിജിനലോ അതോ ആളെ പറ്റിക്കാനുള്ള വൈപ്പ് കൊമ്പോ എന്നതായിരുന്നു ചിലരുടെയെങ്കിലും സംശയം. ഈ പൂരനഗരിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് ആനക്കേരളത്തിൽ എക്കാലത്തേക്കുമായി പുത്തൻകുളം അർജുനന് ചാർത്തി കിട്ടുന്ന ISI മാർക്ക് തന്നെ ആയിരിക്കുമെന്ന ഉറപ്പിലും പ്രതീക്ഷയിലുമാവാം ഉടമ ഇത്രയും ദൂരെ നിന്നും അവനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കൊല്ലം ഭാഗത്തു നിന്നല്ലേ ഇപ്പൊ ഇന്ന് തൃശ്ശൂർ ആനയൂട്ടിന് എത്തിയേക്കണേ? ഷാജേട്ടന്റെ എത്ര ആനകൾ എത്തിയിട്ടുണ്ട്? ഇത് പുതിയ ആന അല്ലേ, അർജുനൻ? നമ്മളിപ്പോ കൊല്ലം ഭാഗത്ത് തന്നെ ഇന്നിപ്പോ കർക്കിടകം തുടങ്ങുന്ന ഒരുപാട് ആനയൂട്ടുകൾ ഉണ്ടാവും. എന്നാലും എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ ഇത്രയും ദൂരത്തിലേക്ക് ഒരു ആനയെ കൊണ്ടുവന്ന് തൃശ്ശൂർ ആനയൂട്ടിനെ എത്തിച്ചേരുന്നത്? വടക്കനാഥൻ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും 4 വർഷം കൊണ്ട് എൻ്റെ ആനകൾ വരാറുണ്ട്. 4 വർഷം സ്ഥിരമായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ വർഷം വരാൻ വഴിമറ്റിയിൽ മഴ കൂടുതൽ കാരണം പിന്നെ തിരിച്ചു പോയിരുന്നു. അത് ഇവനായിരുന്നു അനന്തപത്മനാഭനായിരുന്നു? അർജുൻ ഇത് തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം വരാൻ പറ്റാതെ ഇത്തവണ എന്തുകൊണ്ടാണ് ഇത് വടക്കുന്നാഥനിലേക്ക് കൊണ്ടുപോയി ഇത്രയും ദൂരത്തായ കൂടിയാണെങ്കിൽ വടക്കുന്നാഥനിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം? അത് ഒരുപാട് ആനയൂട്ടുകൾ ഒരുപാടുണ്ട്, പക്ഷേ ഈ വടക്കുന്നാഥനിലെ ആനയൂട്ടിന് എന്താണ് ഇത്ര പ്രത്യേകത കൊടുക്കുന്നത്? ഇത് ആദ്യത്തെ ഒരു ആനകൂട്ടാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ആണല്ലേ. പൂരങ്ങളെക്കാളും മെച്ചമായിട്ടുള്ള ഒരു കൂട്ടാണ് ഇവിടെ നമ്മുടെ മനസ്സിനകത്ത് ഒരു വിശ്വാസത്തെ. അതിനെ ഉപരിയായിട്ട് ഇപ്പൊ നമ്മൾ ഈ എല്ലാ ആന ഉടമകളെത്തുന്നു, ആന കമ്പക്കാരെത്തുന്നു, ആനക്കാരെത്തുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആനയുടെ ഒരു വിപണി എന്ന് പറയുന്ന ഒരു സാധ്യത ഇവിടെ ഉണ്ടോ? ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ആളുകൾക്ക് വിൽക്കണമെന്നോ അല്ലെങ്കിൽ വാങ്ങണമെന്നോ അതിനൊന്ന് കാണാൻ അങ്ങനെയുള്ള ഒരു സൗകര്യമൊന്നും അതില്ല.
ഇല്ല, കൈമാറ്റത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിരിക്കും. അപ്പൊ അതിനൊരു സാധ്യത ഇല്ല. ഈ ഭക്തിയും അതിനോടുള്ള ഭക്തിയോടെ മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത്. പൂർണ്ണമായിട്ടും വഴിപാടെന്നുള്ള അർത്ഥത്തിൽ തന്നെ. ആനയൂട്ടിന്റെ ഒത്തുചേരലിനിടയിൽ എന്തൊക്കെയാവും ആനകൾക്ക് പറയാനും പങ്കുവെക്കാനും ഉണ്ടാവുക? കണ്ടംപുള്ളിയുടെയും അരുൺ ശിവനാരായണന്റെയും കണ്ടംപുള്ളി വിജയന്റെയും ഒക്കെ മരണങ്ങളും ഇത്തിത്താനത്ത് മലയാലപ്പുഴ രാജന്റെ ഗജരാജരത്ന പട്ടവുമൊക്കെ അവരുടെ വിശേഷങ്ങളായേക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം വടക്കുന്നാഥൻ ആനയൂട്ടെന്ന് കേൾക്കുമ്പോൾ, അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവരുടെ മനസ്സുകളിലേക്ക് ഒരു വീർപ്പുമുട്ടലായി, ഒരു ദുഃഖസ്മൃതിയായി വന്നു നിറയുന്ന ഒരു മുഖമുണ്ട്. പ്രിയപ്പെട്ട സാജ് പ്രസാദിന്റെ മുഖം. അതെ, പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ പകർത്തുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് മുന്നിൽ ഒരു നിമിഷം കാറ്റിന്റെ ഹുങ്കാരമോ മഴയുടെ രൗദ്ര താളമോ അല്പമൊന്ന് അധികരിച്ചാൽ സ്വയം അറിയാതെ അവരുടെ മനസ്സിലേക്ക് വിക്ടർ ജോർജിന്റെ ഓർമ്മകൾ ഓടിയെത്തുന്നത് പോലെ, മഴയെ സ്നേഹിച്ച് മഴനൂലുകളാൽ വശീകരിക്കപ്പെട്ട് മരണതീരത്തേക്ക് നടന്നകന്ന വിക്ടർ ജോർജ് എന്ന നേച്ചർ ഫോട്ടോഗ്രാഫറുടെ സ്മരണകൾ ഇരമ്പുന്നത് പോലെ, വടക്കുന്നാഥൻ ആനയൂട്ടെന്ന് കേൾക്കുമ്പോൾ, അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആനപ്രേമികളുടെ ഹൃദയത്തിൽ സാജ് പ്രസാദിന്റെ ഓർമ്മകളും തിരയിളക്കും. പോയ വർഷത്തെ വടക്കുന്നാഥൻ ആനയൂട്ടിനായിരുന്നു അവസാനമായി ആനപ്രേമികൾ സാജ് പ്രസാദിനെ കൺനിറച്ചും കണ്ടത്. ആനക്കമ്പക്കാരെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് എരണ്ടക്കെട്ട് നിമിത്തം സാജ് പ്രസാദ് ചരിയുമ്പോൾ അവന്റെ കുടലിൽ ദഹിക്കാതെ കിടന്നിരുന്നത് ആനയൂട്ടിന് നിവേദിക്കുന്ന ശർക്കരപ്പാനിയും തേങ്ങാക്കൊത്തുകളും ചേർന്ന ഗണപതി പ്രസാദമായിരുന്നു. ഗണപതി പ്രീതിക്കും ആനകളുടെ സന്തോഷത്തിനുമായി നടത്തപ്പെടുന്ന ആനയൂട്ടുകളിലെ പ്രസാദം, അത് സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ആനകളുടെ ജീവന് തന്നെ ആപത്താകാമെന്ന ദുഃഖസത്യവുമായി സാജ് പ്രസാദിന്റെ ഓർമ്മകൾ എന്നും അങ്ങനെ കത്തി നിൽക്കും. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, എന്റെ അനുഭവം ഒരു പാഠമായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുമായി സാജ് പ്രസാദിന്റെ ആത്മാവ് ഇനിയും അവനെ സ്നേഹിച്ചും താലോലിച്ചും കൊതി തീർന്നിട്ടില്ലാത്ത ഈ ആനപ്രേമികൾക്കിടയിലും ഈ ആനപ്പറമ്പിലും കൈകളും പിന്നിൽ കെട്ടി ഒരു തറവാട്ടുകാരനവരെ പോലെ കറങ്ങി നടക്കുന്നുണ്ടാവും. അതേ പ്രസാദ്, നിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ആനയുടെ പിന്നിൽ ഞാനുണ്ട്.